ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നാട്ടിൽ നിന്ന് വന്നൊരു പൊതി പൊട്ടിച്ചാലോ? അൺബോക്സിങ് നാട്ടുപൊതി. അതായത് ഇത് ഹസ്ബൻഡിൻ്റെ ഉമ്മ കൊടുത്തയച്ച സ്പെഷ്യൽ ഐറ്റംസാണ്. നാട്ടിൽ നിന്ന് പിന്നെ എന്ത് കൊണ്ടുവരുമ്പം നമുക്ക് ആകാംക്ഷയല്ലേ കൊടുത്തയക്കുമ്പം. ഇത് ബീഫ് ഫ്രൈയും പിന്നെ ലിവർ ഫ്രൈ സെപ്പറേറ്റ് നമ്മളെ ഫേവറേറ്റ്, അങ്ങനെ അതും കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടായത് നമ്മളെ കായ് ഹൽവയാണ്, ബനാന ഹൽവ. അതും ഉണ്ടായിന്. എല്ലാം നല്ല കിണ്ണം കാച്ചി ടേസ്റ്റ് തന്നെ. പിന്നെ വേറൊരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് തന്നതാണ്. അപ്പം ഇതും നാട്ടിൽ നിന്ന് വന്നത് തന്നെ. നമ്മളെ എന്താ പറയണ്ട, പള്ളിക്കെട്ട് ബീഫില്ലേ, അതാണ് ഇത് സംഭവം. നമുക്ക് ഈ റാത്തി പിന്നെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയിട്ട് അതന്നെ ഉണ്ടാക്കുന്ന ഷെഫുമാർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്കതിങ്ങനെ കിലോ എത്ര ഇങ്ങനെ വെച്ചിട്ട് ഓരോ കെട്ടുകെട്ടായിട്ട് വാങ്ങാൻ കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് റാത്തി വാങ്ങാൻ കാത്തിക്കണമെന്നൊന്നുമില്ല, എപ്പം കിട്ടും. എന്നാൽ പിന്നെ നമുക്ക് അടുത്തൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ? കണ്ണൂരിൻ്റെ സ്പെഷ്യൽ, നമ്മളെ തട്ടുകടയിലെ മെയിൻ ഐറ്റം കൽമാസ് ഉണ്ടാക്കാം. അതിന് നമ്മൾ ചിക്കൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയിലും ഇട്ട് വേവിക്കുക തന്നെ വേണം, പൊരിച്ചെടുക്കാൻ പാടില്ല. വേവിച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ് വരൽ. അപ്പം ഞാനിങ്ങനെ ചിക്കനെല്ലാം വേവിച്ച് സാധാ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ മസാലയാണ് ഉണ്ടാക്കിയത്. പക്ഷേ ചിക്കൻ്റെ പീസ് നല്ലോണം വേണേ, ഉള്ളി മാത്രമായി പോകരുത്. അപ്പോൾ അങ്ങനെ പിന്നെ അരി അരച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പത്തിരിയെല്ലാം ചുടുന്ന ആ അരിയുടെ മാവാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ജീരകവും ഇതെല്ലാം ഇട്ടിട്ട് പിന്നെ അങ്ങനെ ഒന്ന് പാകാക്കി എടുത്തിട്ട് ഇതുപോലെ ഷേപ്പിൽ നമുക്ക് ഓരോ കൽമാസും ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ.
പിന്നെ നമ്മൾ കോക്കനട്ട് ഓയിൽ തന്നെ പൊരിച്ചെടുക്കണേ. ഞാനെല്ലാ ഫുഡിലും കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യൽ. കാരണം പാം ഓയിൽ ഇതെല്ലാം നമുക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞ് കിട്ടിയാലും നമുക്ക് ഭയങ്കര ഡേഞ്ചറാണ് അതെല്ലാം. അപ്പോൾ കുറച്ച് പൈസ ആയാലും സാരമില്ല, നമുക്ക് ഹെൽത്തല്ലേ വെൽത്ത്. അപ്പം എല്ലാത്തിലും കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഒലിവ് ഓയിലും യൂസ് ചെയ്യുക, അത് രണ്ടും നല്ലതാണ്. അപ്പം നമ്മളെ കൽമാസ് റെഡി ആയിട്ടുണ്ട്. ചൂടായിട്ട് സെർവ് ചെയ്യുക, കഴിക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.